ഹലോ എവരി വൺ, വെൽക്കം ടു കൊമേഴ്സ് ബസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമിസ്റ്റർ BCom MG യൂണിവേഴ്സിറ്റിയിലെ കോപ്പറേറ്റീവ് അക്കൗണ്ട് 2 ആണ്. അതിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോർഷൻസുകൾ മാത്രം. അതിൽ ഞാൻ ചാപ്റ്റർ വൈസ് അല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഏത് ചാപ്റ്റർ ആണോ ആ ചാപ്റ്റർ ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ബാങ്കിങ്ങിൻ്റെ മീനിങ്, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷനും പഠിക്കുന്നത് നല്ലതായിരിക്കും. 2 മാർക്കിനൊക്കെ ചോദിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. പിന്നെ നമ്മുടെ NBA, അതായത് നോൺ ബാങ്കിങ് അസറ്റും അതുപോലെ തന്നെ നമ്മുടെ നോൺ പെർഫോമിംഗ് അസറ്റുകൾ, പിന്നെ CRRും CSLRും. ഇതിൻ്റെ എന്താ പറയുക, ഡെഫിനിഷൻസും മീനിങ്ങും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അത് മാത്രമല്ല, ഇത് 2 മാർക്കിനുള്ളതൊക്കെ പഠിച്ചാൽ മതി. വലിയ 5 മാർക്കിനൊന്നും പഠിക്കേണ്ട, 2 മാർക്കിനുള്ള എന്താണെന്നെങ്കിലും അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മുടെ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതും അറിഞ്ഞിരിക്കുന്നതല്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് അസറ്റ്, അതുപോലെ തന്നെ സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, അങ്ങനെയുള്ള അസറ്റുകളിലൊക്കെ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്പ്ലിറ്റ് സിസ്റ്റം, ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. കാരണം 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അതായത് ഇതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ ഡിസഡ്വാൻറ്റേജസും പിന്നെ ടൈപ്സ്, ഇതൊക്കെ 5 മാർക്കിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഇതൊക്കെ എഴുതുന്ന പോലെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് അത് നല്ലപോലെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തെ പ്രോബ്ലം, അതായത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്, ആ ഒരു പ്രോബ്ലം നല്ല രീതിക്ക് പഠിക്കുക. അതായത് നമുക്കറിയാം, ആ ചാപ്റ്ററിൽ നമ്മൾ ഡേറ്റ് വെച്ച് ഡേറ്റിൻ്റെ ഡ്യൂ വെച്ച് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന പ്രോബ്ലംസുകളൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് നോക്കേണ്ടത്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാഗമേഷൻ്റെ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട അതിൻ്റെ മീനിങ്, അതായത് അമാഗമേഷൻ, അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, അതിൻ്റെയൊക്കെ മീനിങ് നല്ലപോലെ പഠിക്കുക. പിന്നെ ടൈപ്സുകളുണ്ട്, അതായത് കുറേ ടൈപ്സ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. ആ ടൈപ്സുകൾ, അതായത് അമാഗമേഷനെ തന്നെ 2 രീതിയിലായിട്ട് തിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടൈപ്സുകളൊക്കെ പഠിക്കുന്നുണ്ട്. അത് നേച്ചറിൻ്റെ കേസിൽ അതൊക്കെ നല്ലപോലെ പഠിക്കുക. പിന്നെ 3 ഡിഫറൻസുകളാണ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് അമാഗമേഷനും അതുപോലെ തന്നെ അബ്സോർപ്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബ്സോർപ്ഷനും എക്സ്റ്റേണലും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അതുപോലെ അമാഗമേഷൻ്റെ ഒരു ഡിഫറൻസ് പഠിക്കുന്നുണ്ട്. അങ്ങനെ 3 ഡിഫറൻസുകളാണ് നമ്മൾ ആ ഒരു ടേബിളിൽ പഠിക്കുന്നത്. അത് നല്ല രീതിക്ക് പഠിക്കുക. കാരണം ചിലപ്പോൾ ഡിഫറൻസ് ഒക്കെ എഴുതാനായിട്ട് 5 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് നല്ലപോലെ അത് പഠിക്കുക. പിന്നെ നമ്മുടെ പർച്ചേസിങ് കൺസിഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 4 രീതിയിലാണ്, 4 മെത്തേഡ് അതിൽ പഠിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ അത് നല്ല രീതിക്ക് പഠിക്കുക. പിന്നെ ആ ഒരു ചാപ്റ്ററിലെ ജേണൽ എൻട്രീസ്, ഓരോ മെത്തേഡും നമ്മൾ പല ജേണൽ എൻട്രീസാണ് പഠിക്കുന്നത്. അത് നല്ല രീതിക്ക് പഠിച്ചു വെക്കുക. കാരണം ഈവൻ നമുക്കൊന്നും അറിയത്തില്ല പോലും ജേണൽ എൻട്രി എഴുതി വെച്ചാൽ തന്നെ നമുക്ക് അവിടെ ഒരു മാർക്ക് വീഴുന്നതാണ്. സോ അത് കളയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡേഷൻ്റെ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ലിക്വിഡേഷൻ എന്താണ്, അതുപോലെ തന്നെ ലിക്വിഡേറ്റർ എന്താണ്, ഇതിൻ്റെയൊക്കെ മീനിങ് കറക്റ്റായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. 2 മാർക്കിനൊക്കെ ഇത് പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, ലിക്വിഡേറ്ററിൻ്റെ ടൈപ്സ്, ഡ്യൂട്ടീസ്, ഇതൊക്കെ നല്ല രീതിക്ക് പഠിക്കുക. ചിലപ്പോൾ ഇതൊക്കെ 5 മാർക്കിനും വരാം, 2 മാർക്കിനും വരാവുന്ന ക്വസ്റ്റ്യൻസുകളാണ്. പിന്നെ അതിൻ്റെ മോഡ്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മോഡ് എന്ന് പറയുന്നത് പല എക്സാമിനും ചോദിക്കാറുള്ളതാണ്. കാരണം വൈൻഡിങ് അപ്പിന് 2 മോഡാണ് ഉള്ളത്. അത് നല്ല രീതിക്ക് അറിഞ്ഞിരിക്കുക, അത് നല്ലപോലെ പഠിക്കുക. പിന്നെ ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നല്ലപോലെ പഠിക്കുക. പിന്നെ ഇതിലെ പ്രോബ്ലംസ് നല്ല രീതിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്രോബ്ലംസ് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. അതിലെ
ഇത് കുറച്ച് ഇതിൽ നിന്ന് കുറേ എന്താ പറയുക 2 മാർക്കിനും ഒക്കെ ചോദിക്കാൻ തിയറി ക്വസ്റ്റ്യൻസിന് ഓപ്ഷനിലായിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അതായത് മീനിങ് അതിൻ്റെ പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പ്രൊസീജിയർ, അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നല്ലപോലെ പഠിക്കുക. പിന്നെ സറണ്ടർ ഓഫ് എ ഷെയർസ്, സബ് ഡിവിഷൻ ഓഫ് എ ഷെയർസ്, ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാം. ചിലപ്പം ഇത് കമ്പയർ ചെയ്ത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ നമ്മുടെ ഡിഫറൻസ്, അതിൽ നമ്മൾ ഡിഫറൻസ് പഠിക്കുന്നുണ്ട്. അതായത് ഇന്റേണൽ അമാഗമേഷനും തമ്മിലുള്ളത്, അത് ഇന്റേണൽ അബ്സോർപ്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ പ്രോബ്ലംസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫൈനലി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ്. ഇത് വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ് ഇത് ലാസ്റ്റ് കൊണ്ട്. കാരണം ചിലവർ ഇത് ഫസ്റ്റ് പഠിക്കാൻ ഇരുന്നിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ട് പഠിച്ച് തീരാതെ നിൽക്കും. അപ്പോൾ ബാക്കി ചാപ്റ്റർ നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കാനായിട്ട് സാധിക്കാൻ വരും. അതാണ് ഞാൻ ലാസ്റ്റ് ഇത് പഠിച്ചാൽ മതി എന്ന് പറയുന്നത്. ഇതിൽ ഇൻഷുറൻസ് മീനിങ് പഠിക്കുക, പിന്നെ അതുപോലെ തന്നെ സറണ്ടർ ഓഫ് പോളിസീസ്, പെയ്ഡ് അപ്പ് വാല്യൂ, ഇതിൻ്റെയൊക്കെ 2 മാർക്കിനൊക്കെ അത് പഠിക്കുക. അതെന്താണെന്നൊക്കെ നല്ലപോലെ അറിഞ്ഞിരിക്കുക. പിന്നെ മെയിനായിട്ട് വരുന്ന പിന്നെ നമ്മൾ അതിനകത്ത് പല ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പഠിക്കുന്നുണ്ട്. ജനറൽ, ഫയർ, ലൈഫ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇൻഷുറൻസുകൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ടൈപ്സ് പഠിക്കുക. മെയിൻലി ബോൺസിൻ്റെ ടൈപ്സും ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ ടൈപ്സും ഇത് പഠിക്കണം. കാരണം ബോൺസിൻ്റെ ഒക്കെ ചോദിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലുള്ള ഇതാണ്. ടൈപ്സുകൾ ചോദിക്കാം, 5 മാർക്കിന് അല്ലാതെയൊക്കെ ചോദിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് അത് നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ നമ്മുടെ ഡിഫറൻസ് 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും തമ്മിലുള്ള ഒരു എന്താ പറയുക ഡിഫറൻസ് നല്ല രീതിക്ക് പഠിക്കുക. പിന്നെ ഇതിനകത്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോമാറ്റ് എങ്കിലും പഠിച്ചു വെക്കുക. കാരണം ഫോമാറ്റ് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടെ പകുതി മാർക്ക് വീഴും, എന്തെങ്കിലും ഒരു മാർക്ക് അവിടെ തരും. സോ അതുകൊണ്ട് നല്ല രീതിക്ക് ആ പ്രോബ്ലംസും എഫേർട്ടായിട്ട് എടുത്ത് പഠിക്കാൻ നോക്കുക. പിന്നെ മെയിൻലി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാം പഠിക്കേണ്ടതുമാണ്, ചാപ്റ്റർ എല്ലാം പഠിക്കേണ്ടതുമാണ് എല്ലാം. കാരണം നമുക്ക് എവിടെ നിന്ന് ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്തടത്തു നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. സോ എല്ലാം നല്ലപോലെ പഠിക്കുക. അതായത് ഓരോ ഭാഗങ്ങളും നമ്മൾ എന്താ പറയുക എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം തൊട്ടുള്ളത് ഇങ്ങനെ പഠിച്ച് പോവുക. ഞാൻ തന്ന ഓർഡറിൽ പഠിച്ചു പോവുക. ഇമ്പോർട്ടൻസ് ആ ഒരു മോഡ്യൂൾ വൈസ് പോവുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാം നോക്കുന്നതും നല്ലതായിരിക്കും. നോക്കിയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്കൊരു മാർക്ക് കളയാനായിട്ട് അവിടെ ഒരു ഇതില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിക്ക് നോക്കുക, പഠിക്കുക, നല്ലപോലെ എക്സാം എഴുതുക. എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിക്ക് പഠിക്കുക. ഓക്കെ, താങ്ക് യു.